പാലാ നഗരസഭയിൽ 3ഇടത്ത് UDF-ന് സ്ഥാനാർത്ഥികളില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, വിമതശല്യത്താൽ തന്നെ UDF വലിയ രീതിയിൽ ഇങ്ങനെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പാലാ എന്ന് പറയുന്നത് അത്യാവശ്യം കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു നഗരസഭ കൂടിയാണ്. അവിടെയാണ് 3ഇടത്ത് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത്. സനോജ്, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDF-ന്റെ കോൺഗ്രസിൻ്റെ ബന്ധത്തെ സംബന്ധിച്ചാണ്. മറുവശത്തേക്ക് പാലായിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു കൂട്ടുകെട്ടാണ്. അതായത് പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ ഒരിടത്ത് രണ്ട് സഹോദരന്മാർ, ഒരു സഹോദരൻ്റെ മകള്, അങ്ങനെ ഒരു കുടുംബത്തിൽപ്പെട്ട 3 പേരാണ് പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ മത്സരിക്കുന്നത്. ഈ 13, 14, 15 വാർഡുകളിൽ UDF-ന് അവിടെ സ്ഥാനാർത്ഥിമാരില്ല, കോൺഗ്രസിന് സ്ഥാനാർത്ഥിമാരില്ല. പകരം നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ഉയർത്തിയ ആരോപണമെന്ന് പറയപ്പെടുന്നത് വോട്ട് ചോരി ആരോപണമായിരുന്നു. അതായത് ഒരു മണ്ഡലത്തിലുള്ള ആളുകൾ അവിടുത്തെ നിന്നും മറ്റു മണ്ഡലത്തിൽ BJPക്ക് വിജയസാധ്യതയുള്ള മറ്റു മണ്ഡലങ്ങളിൽ പോയി വോട്ട് ചേർത്തുകൊണ്ട് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ള വോട്ട് ചേർക്കൽ വ്യാപകമായി രാജ്യത്തുടനീളം നടക്കുന്നു എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഞാൻ ഈ സൂചിപ്പിക്കാൻ കാരണം, ഈ പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ മത്സരിക്കുന്നതിൽ ഒരാൾ ബിജു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകൾ. ഈ ബിജു പുളിക്കക്കണ്ടം എന്ന് പറയപ്പെടുന്ന ആൾ സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയാണ്. അദ്ദേഹം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാലായിലെ വോട്ട് നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ ഒരു വാടക വീട് സംഘടിപ്പിച്ച് അവിടെ അദ്ദേഹം വോട്ട് ചേർക്കുകയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സന്തത സഹചാരിയായി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്ന ആളാണ് ബിജു പുളിക്കക്കണ്ടം. ആ ബിജു പുളിക്കക്കണ്ടം ഇത്തവണ പാലാ നഗരസഭയിലെ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മത്സരിക്കുകയാണ്, സഹോദരൻ്റെ മകളും മത്സരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ നിന്നും 3 പേർ പാലാ നഗരസഭയിൽ 3 ഇടങ്ങളിലായിട്ട് മത്സരിക്കുന്നു. ഈ 3 ഇടങ്ങളിലും UDF സ്ഥാനാർത്ഥിമാരെ നിർത്തുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായ കൂട്ടുകെട്ടുകൾ നടത്തുന്നു. എന്നാൽ ആ പരസ്യമായ കൂട്ടുകെട്ടുകൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ നേതാക്കന്മാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ മറുവശത്ത് വോട്ട് ചോരി ആരോപണം ഉൾപ്പെടെ ഉള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ BJPയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആൾക്കെതിരെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കോൺഗ്രസ്സുകാർ തയ്യാറാവുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പലയിടങ്ങളിൽ പല രീതിയിലുള്ള കൂട്ടുകെട്ട്, ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നടക്കുമ്പോൾ മറുവശത്ത് BJPയുമായിട്ടുള്ള ഒരു രഹസ്യ ബാന്ധവം ഈ കാര്യത്തിൽ കോൺഗ്രസും UDF-ഉം നടത്തുന്നുവെന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അപകടകരമായ രീതിയിൽ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുക എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നത് ഈ ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഭദ്ര.